السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അൽ ഖവാഇദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഷറഹാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 38ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഏതൊരു പദത്തിനും ലാഹിറായ മഅനയും ലാഹിറല്ലാത്ത മഅനയും ഉണ്ടാകും. ഒരു പദം പ്രയോഗിക്കുമ്പോൾ അതിൽ ആദ്യമായി പരിഗണിക്കുക അതിൻ്റെ ലാഹിറായ അർത്ഥമാണ്. അതല്ല ഉദ്ദേശിക്കേണ്ടതെങ്കിൽ അതിന് പ്രത്യേകമായ ഖരീനത്തുകൾ, തെളിവുകൾ, സാഹചര്യത്തിൻ്റെ തേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകണം എന്നതാണ് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു തത്വം. അത് വിശദമായി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വിശദീകരിച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇദാ തഖററ ഹാദാ, ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഫലാഹിറു നുസൂസി സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് നമുക്ക് ലാഹിറായി കിട്ടുന്ന അർത്ഥം, മാ യതബാദറു മിൻഹ ഇല ദിഹ്നി മിനൽ മആനി, ആ പദം കേൾക്കുമ്പോൾ ആദ്യത്തിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അർത്ഥമാണ്, ആശയമാണ് അതിലെ ലാഹിർ എന്ന് പറഞ്ഞാൽ. വഖദ് ഇൻഖസമ അന്നാസു ഫീഹി ഇലാ സലാസത്തി അഖ്സാം, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞ പ്രമാണങ്ങളുടെ ലാഹിർ എടുക്കണോ എടുക്കണ്ടേ എന്ന വിഷയത്തിൽ ആളുകൾ 3 അഭിപ്രായങ്ങളിലേക്ക്, 3 വിഭാഗങ്ങളിലേക്ക് വേർതിരിഞ്ഞിട്ടുണ്ട്. അൽ ഖിസ്മുൽ അവ്വൽ, ഒന്നാമത്തെ വിഭാഗം, മൻ ജഅലുൽ ലാഹിറൽ മുതബാദിറ മിൻഹ മഅനൻ ഹഖ്ഖൻ യലീഖു ബില്ലാഹി അസ്സ വജൽ, ആ വചനങ്ങളിൽ നിന്ന്, ഖുർആനിലെ ഹദീസുകളിലെ ആ പ്രയോഗങ്ങളിൽ നിന്ന്, ആ വചനങ്ങളിൽ നിന്ന് ആദ്യം നമുക്ക് മനസ്സിലാകുന്ന അർത്ഥത്തെ സ്വീകരിച്ച ആളുകളാണ് ഹഖ്ഖൻ യലീഖു ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് അനുയോജ്യമായ വിധത്തിൽ ശരിക്കും ഉള്ള വിശേഷണങ്ങൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച ആളുകളാണ്. വ അബ്ഖൗ ദലാലതഹ അലാ ദാലിക്, അതുകൊണ്ട് തന്നെ ഖുർആനിലും ഹദീസുകളിലും വന്ന ആ പദത്തെയും ആ പദം അറിയിക്കുന്ന അർത്ഥത്തെയും അവരംഗീകരിക്കുന്നു. അള്ളാഹുവിന് അനുയോജ്യമായ വിധത്തിൽ അവയുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു, സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വഹഉലാഇ ഹുമുസ് സലഫ്, അവരാണ് സലഫുസ്സാലിഹ്യങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത്, അവരിൽ നിന്ന് ദീൻ പഠിച്ച താബീയങ്ങൾ, അവരുടെ ശിഷ്യന്മാരായി വരുന്ന തബഉ താബീയങ്ങൾ, ഇങ്ങനെ അൽ ഖുറൂനുൽ മുഫദ്ദല, ശ്രേഷ്ഠമായ തലമുറകൾ, ഉത്തമ നൂറ്റാണ്ട് അല്ലെങ്കിൽ ഉത്തമ തലമുറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സച്ചരിതരായ മുൻഗാമികളൊക്കെ ഈ ഒരു നിലപാട് സ്വീകരിച്ചവരാണ്. വല്ലദീന ഇജ്തമഉ അലാ മാ കാന അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു, അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ ഏതൊരു ആശയത്തിലും ആദർശത്തിലുമാണോ ആ ആദർശത്തെ, ആ മാർഗത്തെ പിൻപറ്റുകയും അതിൽ സംഘടിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്ത ആളുകൾ. വല്ലദീന ലാ യസ്ദുഖു ലഖബു അഹ്ലി സുന്ന വൽ ജമാഅ ഇല്ലാ അലൈഹി, അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമേ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഈ ലഖബ്, ഈ ശ്രേഷ്ഠമായ പേര് സാധുവാവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും സ്വഹാബത്തിൻ്റെ ജമാഅത്ത്, അവരേകോപിച്ച നിലപാടുകളെയും അഭിപ്രായങ്ങളെയും ശരിവെക്കുന്ന, പിൻപറ്റുന്ന ആളുകളാണ്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അതൊന്ന് വിശദീകരിക്കുകയാണ്, ഷറഹ് പറയാൻ. സുമ്മു അഹ്ലുസുന്ന, അവരെ അഹ്ലുസുന്ന എന്ന് വിളിക്കപ്പെടുവാൻ, പേര് പറയാനുള്ള കാരണം ലി അന്നഹും തമസ്സഖു ബിസ്സുന്ന, സുന്നത്ത് പിൻപറ്റുന്ന ആളാണ്.
ആളുകളാണ്. സുന്നത്തിൻ്റെ അഹലുകാർ, വക്താക്കൾ എന്ന് പറയുമ്പോൾ അവർ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളുകളാണ്. വൽ ജമാ എന്ന് പറയാൻ കാരണം ലി അന്നഹും ഇജ്തമഉ അലൈഹ, ആ സുന്നത്തിനനുസരിച്ച് അവർ ഐക്യപ്പെട്ട ആളുകളാണ്. പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ പിന്നെ അവരുടെ വീറും വാശിയും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം അവസാനിപ്പിച്ച് ആ സുന്നത്തിൽ അവർ ഏകോപിക്കും. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാ എന്ന് പറയുന്നത്. ഫഹാദൽ ലഖ്ബു, ഈ പേര് അഥവാ അഹ്ലുസുന്ന വൽ ജമാ എന്നത് ലാ യസ്ദുഖു ഇല്ല അലാ ഹഉല, അതുകൊണ്ട് തന്നെ ഇവർക്കല്ലാത്ത ആർക്കും, സുന്നത്തിനെ നിഷേധിക്കുന്ന, കളിയാക്കുന്ന, വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് ചിലത് സ്വീകരിക്കും ചിലത് സ്വീകരിക്കാത്ത അത്തരം ആളുകളെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാ എന്ന് പറയാൻ പറ്റുകയില്ല. വഅമ്മാ മൻ ഖാല ഇന്നൽ മുറാദ ബിൽ ജമാഅത്തി ഹുന ജമാഅത്തുൽ ഇമാമ യഅനി അല്ലദീന ഹും തഹ്ത ഇമാമിൻ വാഹിദ്. ഇവിടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ അഥവാ ഒരു നേതൃത്വത്തിന് കീഴിൽ സംഘടിച്ച ആളുകൾ എന്ന് ആരെങ്കിലും അതിൻ്റെ ഉദ്ദേശത്തെ വിശദീകരിച്ചാൽ, വ്യാഖ്യാനിച്ചാൽ, യഅനി അല്ലദീന ഹും തഹ്ത ഇമാമിൻ വാഹിദ്, ഒരു ഇമാമിൻ്റെ കീഴിലുള്ള ആളുകൾ എന്നാണ് അതുകൊണ്ടർത്ഥം എന്ന് ആരെങ്കിലും വിശദീകരിച്ചാൽ ഫഹാദാ കദ്ബുൻ അലൽ ലുഗ, അത് ഭാഷാപരമായി തന്നെ വലിയ കളവാണ്. ബലിൽ മുറാദു ബിൽ ജമാഅ അൽ ഇജ്തിമാ, ഇവിടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇജ്തിമാ, സംഘടിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. സംഘം എന്നതിനേക്കാൾ പുറത്ത് ഒത്തൊരുമിച്ച് നിൽക്കൽ, സംഘടിച്ച് നിൽക്കൽ എന്നതാണ്. ഫഹാദാ ഹുവൽ അസ്ലു ഫീ ലഫ്ദിൽ ജമാഅ, ജമാഅത്ത് എന്ന പദത്തിൻ്റെ അസ്ലിയായ മഅന, അടിസ്ഥാനപരമായ അർത്ഥം അതാണ്. കമാ ഖാല ശൈഖുൽ ഇസ്ലാം ഫിൽ വാസിത്തിയ്യ, അഖീദത്തുൽ വാസിത്തിയ്യയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല വിശദമാക്കിയതുപോലെ, ഫഇന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, അൽ ജമാഅത്തു ഫിൽ അസ്ലി ഇസ്മുൻ ലിൽ ഇജ്തിമാ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഇജ്തിമാഇന് പറയുന്ന ഒരു വാക്കാണ്. അടിസ്ഥാനപരമായി അതിൻ്റെ അർത്ഥം ഇസ്മുൻ ലിൽ ഇജ്തിമാ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സംഘടിച്ച് നിൽക്കുന്നതിനുള്ള ആ അർത്ഥത്തിലുള്ളൊരു പദമാണ്. ഫയകൂനു മഅന അഹ്ലിസുന്ന ഐ അഹ്ലുസുന്ന വൽ ഇജ്തിമാഇ അലസുന്ന, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുമ്പോൾ സുന്നത്തിനെ പ്രമാണമാക്കുന്ന, പിൻപറ്റുന്ന ആളുകൾ, അതേപോലെ ആ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്നവർ, ഏകോപിക്കുന്നവർ, ഐക്യപ്പെടുന്നവർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വബിഹാദാ നഅരിഫു അന്ന മദ്ഹബൽ മുഫവ്വിള, അതുകൊണ്ട് തന്നെ തഫ്വീദിൻ്റെ ആളുകളുടെ അഭിപ്രായം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഔ ബി ഇബാറത്തിൻ അസഹ്, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഏറ്റവും ശരിയായ ഒരു വാചകം പറയുകയാണെങ്കിൽ, അന്നൽ മുഫവ്വിളീന വൽ മുഅവ്വിലീന ലാ യസ്ദുഖു അലൈഹിം അന്നഹും അഹ്ലുസുന്ന. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഒരു വിശേഷണം, അള്ളാഹുവിന് വജ്ഹുണ്ട്, അള്ളാഹുവിന് യദുണ്ട്, അള്ളാഹുവിന് നുസൂലുണ്ട്, ഇസ്തിവ ഉണ്ട്, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സിഫത്തുകളെ സംബന്ധിച്ച് അള്ളാഹു ആലം ബി മുറാദിഹി, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ, നമുക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സിഫത്തുകളെ അംഗീകരിക്കാതെ ഒരർത്ഥത്തിൽ നിഷേധിക്കുന്ന, ആ വിഷയത്തിൽ തഫ്വീൽ നടത്തുന്ന ആളുകൾ. അതേപോലെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇന്നതാണ്, യദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇന്നതാണ്, ഇങ്ങനെ അനുഗ്രഹം, ശക്തി, ഇങ്ങനെയൊക്കെ ആ സിഫത്തുകളെ വ്യാഖ്യാനിക്കുന്ന, ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന എന്ന് പറയൽ ലാ യസ്ദുഖു അലൈഹിം അന്നഹും അഹ്ലുസുന്ന, അത് ശരിയാകൂല, അവരെപ്പറ്റി അഹ്ലുസുന്ന എന്ന് പറയാൻ പറ്റില്ല. മഅ അന്ന കസീറൻ മിനൽ മുതഅഖിരീൻ യറാ അന്ന അഹ്ലസുന്ന യൻഹസിറൂന ഫിൽ മുഫവ്വിളതി വൽ മുഅവ്വില. സങ്കടകരമെന്ന് പറയട്ടെ, പിൽക്കാലക്കാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ വളരെ അധികം ആളുകൾ
പറയാറുണ്ട്, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ തഅവീൽ ചെയ്യുന്ന ആളുകളും തഫ്വീൽ ചെയ്യുന്ന ആളുകളുമാണ്, അവരിൽ പരിമിതരാണ് അഹ്ലുസുന്ന എന്ന് പറയാറുണ്ട്. എന്നാൽ വനഹ്നു നഖൂലു വബിമൽഇ അഫ്വാഹിന നമ്മുടെ തൊള്ള നിറച്ച് വായി നിറച്ച് ഉറക്കെ നമ്മൾ പറയുകയാണ്, ഇന്നൽ മുഫവ്വിളത വൽ മുഅവ്വിലത ലാ യസ്ദുഖു അലൈഹിം ഹാദൽ ലഖബ്. നമ്മൾ ഉറക്കെ ഉച്ചസ്ഥരം വിളിച്ചു പറയാൻ, എന്ത്? തഫ്വീൽ നടത്തുന്ന ആളുകൾ, തഅവീൽ ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഈ പേര് ഒരിക്കലും പറയാൻ പറ്റില്ല, അത് ശരിയാവുകയില്ല. ലിഅന്ന നഅലമു അന്ന സുന്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുന്നത അസ്ഹാബിഹി ഹിയ ഇബ്ഖാഉൻ നുസൂസി അലാ ളാഹിരിഹാ അലാ മാ യലീഖു ബില്ലാഹി അസ്സ വജൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പരിശോധിച്ചാൽ, അതുപോലെ സ്വഹാബത്തിൻ്റെ നടപടിക്രമങ്ങൾ, അവരുടെ സുന്നത്ത് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ ചര്യകൾ, നടപടികളൊക്കെ ഹിയ ഇബ്ഖാഉൻ നുസൂസ് അലാ ളാഹിരിഹാ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വചനങ്ങളെ അതിൻ്റെ ലാഹിറനുസരിച്ച് തന്നെ സ്ഥിരീകരിക്കുക എന്നതാണ്. അലാ മാ യലീഖു ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് യോജിക്കുന്ന, അവൻ്റെ മഹത്വത്തിന് നിരക്കുന്ന വിധത്തിൽ. അള്ളാഹുവിന് വജ്ഹുണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന വിധത്തിൽ അള്ളാഹുവിന് മുഖമുണ്ട്. അള്ളാഹുവിൻ്റെ കൈകളാണെങ്കിലും അള്ളാഹുവിൻ്റെ മറ്റേത് സിഫത്തുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന വിധത്തിൽ അവയൊക്കെയുണ്ട് എന്ന് തന്നെയാണ് അഹ്ലുസുന്നയുടെ സച്ചരിതരായ മുൻഗാമികളുടെ നിലപാട്. വൽ മുഅവ്വില, എന്നാൽ അതിനെ വ്യാഖ്യാനിച്ച് വേറൊരു കോലത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുർവ്യാഖ്യാനത്തിൻ്റെ ആളുകൾ യുഹരിഫൂനഹ അൻ ളാഹിരിഹ, ആ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് അതിനെ തെറ്റിച്ച് കൊണ്ടുപോകുന്നവരാണ്. വനഅലമു അയ്ളൻ, അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അന്ന മിൻ സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ നടപടിക്രമമാണ്, ചര്യയാണ്, സുന്നത്താണ്. അന്ന ലിഹാദിഹി നുസൂസി മഅനൻ യലീഖു ബില്ലാ, ഖുർആനിലൂടെ ഹദീസുകളിലൂടെ വന്ന ഈ വചനങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധത്തിൽ അർത്ഥങ്ങളുണ്ട് എന്ന കാര്യം. യദ് എന്ന് പറയുമ്പോൾ, വജ്ഹ് എന്ന് പറയുമ്പോൾ, നുസൂല് എന്ന് പറയുമ്പോൾ, ലഹക്ക്, സഖ്ത്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദേഷ്യം, അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ ചിരി, അള്ളാഹുവിൻ്റെ കാല്, ഇങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ അവക്കൊക്കെ അർത്ഥങ്ങളുണ്ട്. എന്നാൽ തഫ്വീലിൻ്റെ ആളുകൾ പറയുന്നതോ വൽ മുഫവ്വിളതു യഖൂലൂൻ ലാ മഅനാ ലഹ, അതിന് അർത്ഥമില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഔ അലൽ അഖൽ യഖൂലൂൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് ഏറ്റവും ചുരുക്കത്തിൽ ലാ നഅലമു ലഹ മഅന, അതിനൊരർത്ഥം നമുക്കറിയില്ല എന്നാണ്. അർത്ഥമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നമുക്കറിയില്ല. ഫൽഹാസിൽ, ചുരുക്കി പറഞ്ഞാൽ, അന്ന ലഖബ അഹ്ലിസുന്ന വൽ ജമാഅ തഅബ അൻ യൻതബിഖ നഅബ അൻ യൻതബിഖ ഇല്ല അല മദ്ഹബി സലഫി ഫഖത്ത്. സച്ചരിതരായ മുൻഗാമികളുടെ ആദർശത്തെ, നിലപാടിനെ പിൻപറ്റുന്നവർക്കല്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് പറയാൻ പറ്റില്ല എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ. ആരാണ് അഹ്ലുസുന്ന വൽ ജമാഅ അല്ലെങ്കിൽ സച്ചരിതരായ സലഫുകൾ, മുൻഗാമികൾ? വഹുമുല്ലദീന യുജ്റൂന അന്നുസൂസ അലാ ളാഹിരിഹ അലാ മഅനൻ യലീഖു ബില്ലാഹി സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ വചനങ്ങളെ അഥവാ ഖുർആനിൻ്റെ ആയത്തുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും ഒക്കെ അതിൻ്റെ ലാഹിറായ അർത്ഥമനുസരിച്ച് വിടുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധത്തിൽ ആ സിഫത്തുകളൊക്കെ അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ആളുകൾ. വനഖൂൽ, നമ്മൾ പറയട്ടെ, വകുല്ലുൻ യദ്ദഇ വസ്ലൻ ലിലൈല വലൈല ലാ തഖിറു ലഹും ബിദാക. അതൊരു കവിതാശകലം പറഞ്ഞു. എല്ലാവരും ലൈലയുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് വാദിക്കുന്നു, എന്നാൽ ലൈലയാകട്ടെ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. എല്ലാവരും അഹ്ലുസുന്ന വൽ ജമാഅയാണ് എന്ന് പറയുന്നു, എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന
ആ പദവും ആശയവും അവരുടെ നിലപാടുകളെ പിന്തുണക്കുന്നതല്ല. വനഖൂലു ലഹും ഹാത്തു ബുർഹാനക്കും, അതേപോലെ നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ പറയുന്നതിനുള്ള തെളിവ് കൊണ്ടുവരൂ, അതിനുള്ള രേഖ ഹാജരാക്കൂ എന്നാണ്. ഫഅൈന സുന്ന മിൻ ഖൗമിൻ യുഖാലിഫൂന സുന്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും സ്വഹാബത്തിൻ്റെ നടപടിക്രമങ്ങൾക്കുമൊക്കെ എതിരായി അതിനെ വിമർശിച്ച് എതിരിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് എവിടെ നിന്നാണ് തെളിവ് ഹാജരാക്കാൻ, സുന്നത്തിൽ നിന്ന്, ഖുർആനിൽ നിന്ന് തെളിവ് കൊണ്ടുവരാൻ സാധിക്കുക? فإذا كان هؤلاء المفوضة يخالفون طريق النبي صلى الله عليه وسلم وأصحابه, തഫ്വീലിൻ്റെ ആളുകൾ സ്വഹാബത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാർഗത്തിന് എതിരാണ് എന്ന് വരുമ്പോൾ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബഹു യുഖിറൂന ബിൽ ലഫ്ളി വൽ മഅന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഖുർആനിലൂടെ വന്ന ഈ പറഞ്ഞ വിശേഷണങ്ങൾക്കൊക്കെ, സിഫത്തുകൾക്കൊക്കെ ആ പദത്തെയും അതിൻ്റെ അർത്ഥത്തെയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരാകട്ടെ യുഖിറൂന ബിൽ ലഫ്ള് വലാ യുഖിറൂന ബിൽ മഅന, ഇവർ പദം അംഗീകരിക്കുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം അംഗീകരിക്കുന്നില്ല. ഫഅൈന സുന്ന വൽ ജമാഅ മിൻ ഖൗമിൻ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി വയഖൂലൂന ലൈസൽ മുറാദു ബിഹാ ലാഹിറുഹ. അതേപോലെ തന്നെ അർത്ഥമില്ല എന്ന് പറയുന്ന ആളുകളും അർത്ഥമുണ്ട്, അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളും അവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവരല്ല. എങ്ങനെയാണ് അവർക്ക് സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ആളുകളെന്ന് പറയാൻ പറ്റുക എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചോദിക്കുന്നത്. വഹാദ വല്ലാഹു തആല അഅലം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.